ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എക്സ്ട്രാ സ്പെഷ്യലാണ്. എനിക്ക് ഓൾറെഡി നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും ഷിഫ്റ്റിംഗ് ടു അബുദാബി എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അധികം എക്സൈറ്റഡ് ആവാതെ അല്ലെങ്കിൽ സർപ്രൈസ് വെയിറ്റ് ചെയ്യാതെ എന്താണെന്നുള്ളത് ഞാൻ ഇതിൽ പറയാം. മൈ സിസ്റ്റർ ഈസ് ഗോയിങ് ടു ഷിഫ്റ്റ് ടു അബുദാബി. സ്വാതി ഓൾറെഡി നമ്മുടെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആദിയുടെ എഴുത്തുന്ന വ്ളോഗ്സിലൊക്കെ എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് സ്വാതി. അപ്പോൾ അവൾക്ക് അബുദാബിയിൽ ഒരു ന്യൂ ജോബിനോട് കൂടിയിട്ട് ഷീ ഈസ് ഷിഫ്റ്റിംഗ് ടു അബുദാബി. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ്. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളിന്ന് ഫാമിലി ആയിട്ട് സ്വാതി ഉണ്ട്, അമ്മയുണ്ട്, ഡാഡി ഉണ്ട്, അർജുനുണ്ട്, എല്ലാവരും ഉണ്ട്. ഡാഡിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും കൂടി എയർപോർട്ടിൽ പോയി സ്വാതിനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ എനിക്കിതൊരു മെമ്മറി ആയിട്ട് കൂടി കീപ്പ് ചെയ്യാം, നിങ്ങളെയും കാണിച്ചു തരാം. പിന്നെ അവളുടെ സൈഡിൽ നിന്ന് അവൾക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗ് ആക്കി ഇടാന്നുള്ളത്. അപ്പോൾ സ്വാതി എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ടൈം ആണ് അല്ലേ? അതെ. പക്ഷേ സ്വാതിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാലും ഹെർ ഹോൾ ഫാമിലി ഇസ് ഓൾമോസ്റ്റ് സെറ്റിൽഡ് ഇൻ അബുദാബി, ദുബായ്, അലനിലൊക്കെ ആയിട്ടുണ്ട്. അവളുടെ ഫാദർ, അതുപോലെ മാമന്മാരല്ലേ, അങ്കിള്, ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇത് വലിയൊരു ഇഷ്യൂ ആവില്ല. ഷീ ഈസ് യൂസ് ടു ഇറ്റ് ഓൾമോസ്റ്റ്. അപ്പം എന്താ പറയാനുള്ള സ്വാതി ഇന്നത്തെ ഒരു ഡേനെ പറ്റി? എന്താ പറയണ്ടേ ഞാൻ? വാട്ട് ഡു യു വാണ്ട് ടു സേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നാട് വിട്ട് പോകുന്നതിന്റെ വിഷമമുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായും. നാടിനെ അയ്യോ, അമ്മ എന്തൊക്കെയോ കുറച്ച് എന്താ വിവരണമൊക്കെ ആയിട്ടാണ് ഉദ്ദേശിച്ചത് പറഞ്ഞു വരാനായിട്ട്. പിന്നെ അത് അങ്ങനെ ആ വഴിക്ക് പോയി. കുഴപ്പമില്ല, അമ്മ ആലോചിച്ച് റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഐ വിൽ കം ബാക്ക്. ഓക്കെ സ്വാതി, എന്താ പറയാനുള്ളത്? മിസ് ചെയ്യാം. നാടിനെ മിസ് ചെയ്യോ സ്വാതി? മിസ് ചെയ്യും. ഗോഡ്സ് ഓൺ കൺട്രി, കേരള, തൃശ്ശൂർ, നമ്മുടെ വടക്കുന്നാഥന്റെ സ്വന്തം നാട്, വൺ ആൻഡ് ഓൺലി ഭരതക്ഷേത്രം, ഇരിങ്ങാലക്കുട. നമ്മുടെ ഇരിങ്ങാലക്കുട, തൃശ്ശൂരൊക്കെ മിസ് ചെയ്യുന്നുള്ളതാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാതിയുടെ അടുത്ത്. ഓക്കെ, മിസ് ചെയ്യും, ഓഫ് കോഴ്സ് നമ്മൾ മിസ് ചെയ്യും. നമ്മുടെ സ്വന്തം സ്ഥലവും കാര്യങ്ങളും മിസ് ചെയ്യും. അതെ, കേരളം ഞങ്ങളെ മിസ് ചെയ്യോ? അത് ആലോചിക്കണം. അത് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, നോക്കാം. മിസ് ചെയ്യും, എല്ലാരും മിസ് ചെയ്യും എന്തായാലും. അതെ, സോ മോസ്റ്റ്ലി ആദ്യനെ മിസ് ചെയ്യും. അങ്ങനെ. അതെ, പിന്നെ ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ് ആയതുകൊണ്ട് വീഡിയോ കോൾ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ആവാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ അത്ര ഉള്ളതാണ് നമ്മുടെ ശരിക്കും നമ്മുടെ ഈ ഒരു വ്ളോഗിന്റെ കണ്ടന്റ്. അപ്പൊ എനിക്കതൊരു വ്ളോഗ് ആക്കണമെന്ന് തോന്നി. അപ്പൊ നമ്മൾ ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് എയർപോർട്ടിലോട്ട് ഓൺ ദ വേ ആണ്. നമ്മൾ എത്തി ഓൾമോസ്റ്റ്. അങ്ങനെ സ്വാധീനം നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടായിരിക്കും. ഡാഡിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അർജുനും ഡാഡിയും ഫ്രണ്ടിലുണ്ട്, ഞങ്ങളെല്ലാവരും ബാക്കിലിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ലഗേജൊക്കെ ഇറക്കിയിട്ട് സ്വാധീനോട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും പോവും. അപ്പോൾ സ്വാതി ഓക്കെ, ആള് കുറച്ച് ടെൻസ്ഡ് ആണ്. സ്വാധീനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിനി ഇവിടുന്ന് ലീവ് ചെയ്യും. യെസ്, നമ്മളെല്ലാവരും ഉണ്ട്. So bye, all the best. See you. നടന്നു. സ്വാതി, ടാറ്റാ.
ഓക്കെ, നമ്മളപ്പോൾ തിരിച്ച് വീടെത്തി. എനിക്ക് വിഷമമുണ്ടോ? സാധ്യതയില്ലേ വൈ? ചെറുതായിട്ട് അവളിപ്പോൾ ഇത്രയും നാള് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഇത്ര ദൂരോട്ട് പോയപ്പോൾ ചെറിയൊരു വിഷമം. കാരണം ഷി വാസ് ലൈക്ക് മൈ ഗോ ടു പേഴ്സൺ. എനിക്കൊരു സിസ്റ്റർ ഇല്ല, ഓൺ സിസ്റ്റർ എനിക്കില്ല, സ്വന്തമായിട്ടും അനിയത്തി എനിക്കില്ല. അപ്പം എനിക്ക് 2 അനിയത്തിമാരെന്ന് പറഞ്ഞാൽ ഒന്ന് സ്വാതി, എൻ്റെ ബ്രദറിൻ്റെ വൈഫും, പിന്നെ അർജുൻ്റെ അനിയത്തി രുക്കു. 2 പേരാണ് ലൈക്ക് മൈ സിസ്റ്റേഴ്സ് പോലെ എനിക്കുള്ളത്. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് സിസ്റ്റർ ഇല്ല, ബ്രദർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാതി വാസ് ലൈക്ക് മൈ ഗോ ടു പേഴ്സൺ. എനിക്കൊരു ഡ്രസ്സിൻ്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്ത് കാര്യം, ഒരു സാരി ഉടുക്കുന്ന കാര്യത്തിൽ അത് അവളാണ് എനിക്ക് എല്ലാ സാരിയൊക്കെ ഉടുപ്പിച്ച്. എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ല. എല്ലാത്തിലും എനിക്കൊരു ഗോ ടു പേഴ്സൺ. അവൾക്കായാലും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാനാണ് ഗോ ടു പേഴ്സൺ. എനിക്ക് തോന്നുന്നു, എൻ്റെ വിശ്വാസം. അപ്പോൾ ചെറിയ വിഷമമുണ്ട്. കാരണം അവൾ വരും, എന്തായാലും 1 ഇയറിൻ്റെ അകത്ത് വരും, വരാനൊക്കെ പറ്റും ലീവൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ അതുവരെ ഒരു വെയിറ്റിംഗ് ആണല്ലോ. കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരുന്നല്ലോ എന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തൊക്കെയാണ് പറയണേ, നോക്കി വോട്ട് എവർ. അപ്പോൾ ബട്ട് ഐ വിഷ് ഓൾവേസ് ദ ബെസ്റ്റ് ഫോർ ഹെർ. നന്നായി വരട്ടെ. അവൾ ജോലിക്കായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് UAE അബുദാബിയിലേക്കാണ് പോയിട്ടുള്ളത്. ഓൾറെഡി ജോലിയും വർക്ക് വിസ കാര്യങ്ങളെല്ലാം ജോബ് വിസയിലൊക്കെയാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും. മറ്റന്നാൾ അവൾക്ക് ജോലിക്ക് കയറണം. ട്യൂസ്ഡേ അവൾക്ക് ഫസ്റ്റ് ഡേ ആണ് അവളുടെ. അപ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ? ഒരുപാട് അറിയുന്നവരും ഉണ്ട്. സ്വാതിക്ക് അവിടെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവളുടെ റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അവിടെ എത്തിയിട്ട് നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. 11 ആകുമ്പോൾ അവൾ ലാൻഡ് ചെയ്യും അവിടെ. 8:05 എയർ അറേബ്യ. പിന്നെ അവള് വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നു. ലാസ്റ്റ് അവൾ കയറി എയർപോർട്ടിനകത്ത് കയറി വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നു. പിന്നെ എനിക്ക് എയർപോർട്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അവിടെ എത്തിയിട്ട്. ഞാനും പിന്നെ ഭയങ്കര അവളുടെ അടുത്ത് സംസാരിക്കണേലും പോണേൻ്റെയൊക്കെ തിരക്കായി. പിന്നെ എനിക്കൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് വാട്ടർ ബോട്ടിൽ പിന്നെ മറന്നു വെച്ചപ്പോൾ അർജുനും പിന്നെ വീണ്ടും നമ്മൾ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് അർജുനാണ് ഓടിക്കൊണ്ട് കൊടുത്ത്. അവൾ കടന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിനകത്തോട്ട്. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ട് ഞാൻ കാണിച്ചതും കൂടിയാണ്. എനിക്കും ഇത് പിന്നീട് കാണാമല്ലോ, നമുക്കും ഇത് പിന്നീട് കാണാം, അവൾക്കും കാണാം, നിങ്ങൾക്കും കാണാം. അത്രേ ഉള്ളൂ. സോ അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എന്താ അർജുന പറയാനുള്ളത്? ഇന്ന് അർജുനായിരിക്കും എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യണം, നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യണം. എനിക്ക് മൗത്ത് ഉത്സവം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പ്രശ്നം അർജുന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വരാറുണ്ട്. മൗത്ത് അൾസർ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയും മറ്റേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ് വരുന്നതെന്ന് പറയും, പെപ്സി കോളയൊക്കെ കുടിച്ചിട്ടാണെന്ന് പറയും. അപ്പൊ അത് കുടിച്ചാലും വരും. ഓക്കെ, അപ്പൊ എന്റെ ചെയ്യും വ്ളോഗ് എന്റെ കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. വ്യൂസ് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അനലിറ്റിക്സ് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഇല്ല, സൗണ്ട് ക്യാച്ച് ചെയ്യുന്നുണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡാഡി ഇവിടെ TV വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ കുട്ടി ട്രാവൽസ്, പിന്നെന്താ റിവ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ട്രാവൽ വ്ളോഗ്, റിവ്യൂസ്, പിന്നെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമല്ലെങ്കിൽ ആരെങ്കിലും വ്യൂ ചെയ്യോ? വ്യൂസ് വരുമോ നമുക്ക്? നമ്മുടെ കുറച്ച് അതെ, നമ്മുടെ കുറച്ച് ലൈഫിലെ മൊമെന്റ്സ് ആണ് നമ്മള് വീഡിയോസ് ആയിട്ട് വ്ളോഗ്സ് ആയിട്ട് ഇടുന്നത്. അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ 2 പേരും ഫുൾ ടൈം ജോബ് ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വ്ളോഗ് ചെയ്യാം. അർജുനായാലും ഞാനായാലും ഫുൾ ടൈം ജോബ് ചെയ്യുന്നവരാണ്. പോലീസ് വരും ഇതൊക്കെ കണ്ട് സ്മഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ. ദീസ് ആർ അൺറെസ്ട്രിക്റ്റഡ് കണ്ടന്റ്സ്. രഹസ്യമായിട്ടുള്ള ജോലിയാണ് ചെയ്യണത്, അതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റില്ല. അതെ, അത് പിന്നീടൊക്കെ ഒരു വ്ളോഗാക്കി നിങ്ങൾക്ക് അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പൊ അർജുന ഞാനും ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഞാൻ എന്താ പറയാൻ വന്നേ?
അതെ വ്ളോഗ് ആകാം. അപ്പൊ നമുക്ക് ഇതിനായിട്ട് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കുറെ മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ, അതങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഐഷ് അർജുൻ എന്നുള്ള ചാനലിൽ. അപ്പൊ ദിസ് ഇസ് ഐശ്വര്യ ആൻഡ് ദിസ് ഇസ് അർജുൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് കണ്ട എല്ലാവർക്കും, ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Until next time, bye. Please do subscribe.